ഞാൻ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത്. എനിക്കിതേപോലെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് വീഴുകയും എൻ്റെ നടുവിന് വലിയ പ്രശ്നങ്ങളുണ്ടായി. എനിക്ക് ഈ ഒരു ഇരിക്കാനൊന്നും പറ്റൂലായിരുന്നു. അപ്പോൾ ഈ ഒരു എല്ലിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു, ഈ ബാക്കിലെ ഈ താഴോട്ടുള്ള ഒരു എല്ലിന്. അപ്പോൾ ഈ വേദന ഞാൻ എൻ്റെ ക്ലബിൽ, ഞാൻ ബോക്സിങ് പഠിക്കുന്ന അവിടെ ഒരു ക്ലബിൽ ഒരു ഇക്ക ഉണ്ട്. അപ്പോൾ ഇക്കാര്യത്തിനെ കാര്യം പറഞ്ഞു. അപ്പോൾ പുള്ളി ഇതേപോലെ ഏണിയുടെ മണ്ടയിൽ നിന്ന് വന്ന് തറയിൽ വീണ് ബാക്കിൻ്റെ നടുവിൻ്റെ ഡിസ്കൊക്കെ കുഴപ്പമായതാണ്. അപ്പോൾ പുള്ളിക്ക് അത് കുറേ ഹോസ്പിറ്റലിൽ കാണിച്ചായിരുന്നു. ഇപ്പൊ അവസാനം ഏതൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പൊ കാണിച്ചപ്പോൾ പുള്ളിക്ക് ഇപ്പൊ കുറവുണ്ട്, നല്ല മാറ്റമുണ്ട്. പുള്ളി ഇപ്പോഴും വീണ്ടും നമ്മളെ ബോക്സിങ് പഠിക്കാനൊക്കെ വരെയാണ് ഇപ്പോഴും. പുള്ളി മുമ്പേ ഒട്ടും പറ്റൂലായിരുന്നു, ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ ഞാനും പുള്ളി എടുത്ത് വെച്ച് ചോദിച്ചു, കാക്ക ഇത് എവിടെയാണ് സംഭവം? അപ്പൊ പുള്ളി പറഞ്ഞു, പാരിപ്പള്ളിയില് ജിയോ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ടാണോ മാറിയത്? ഇവിടെ വന്നിട്ടാണ് മാറിയത്. പുള്ളിക്കാണെങ്കിൽ ബാക്കിലത്തെ ഡിസ്കിന് എന്തോ വലിയ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നാണ് പുള്ളി പുള്ളി. അപ്പൊ ഭയങ്കര സീനായിരുന്നു. പുള്ളിക്ക് നടക്കാൻ പോലും നല്ലപോലെ പറ്റൂലായിരുന്നു. അത് നമ്മളെ കോച്ചൊക്കെ നമ്മളെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്, അവന് ഭയങ്കര സീനായി. ആ ഏണിന്നും കൂടെ ഒന്ന് വീണാല് ആ ഒരു ഇതിനും കൂടെ. ഇപ്പൊ ഞാൻ ഇതൊന്നും ഇപ്പൊ ഇവിടെ കൊണ്ട് കാണിച്ചപ്പോ എനിക്ക് നല്ല മാറ്റമുണ്ട്. എനിക്കിപ്പൊ ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട്, നല്ലൊരു ആശ്വാസമുണ്ട് എനിക്ക്. പിന്നെ നാസിന്റെ പ്രധാന വിഷയം എന്തായിരുന്നു വെച്ചാൽ, ഇദ്ദേഹം ഒന്ന് മറിഞ്ഞു വീണപ്പോഴത്തേക്ക് ലുംബാറിലുള്ള ഒരുമാതിരി വെർട്ടിബ്ര എല്ലാം തള്ളി പുറത്തു വന്നു. അപ്പോൾ അവിടുത്തെ നെർവിനെല്ലാം നല്ല കംപ്രഷൻ വന്നു. L1, L2, L3, L5 ഇതിലെല്ലാം വിഷയം ഉണ്ടായിരുന്നു. നമ്മൾ യോഗ തെറാപ്പി ചെയ്ത് കൃത്യതപ്പെടുത്തി. അതിനുശേഷം അദ്ദേഹത്തിന് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. ഇന്നിവിടെ വന്നത് അന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഏകദേശം 2 മാസം മുന്നെയാണ് ഇദ്ദേഹം ഇവിടെ വരുന്നത്. അപ്പം അത് നമ്മൾ ആ യോഗ ചെയ്ത് കറക്റ്റ് കൃത്യതപ്പെടുത്തി. അതിനുശേഷം കുറച്ച് ഡയറ്റൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു. ഡയറ്റിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഒരു സുഖമുണ്ടല്ലേ ഇപ്പോഴും? സ്ഥലം എവിടെയാണ്? എന്റെ സ്ഥലം ചിറയൻകീഴ് മോടപുരം NS ബ്ലോക്ക്. അപ്പൊ എന്തായാലും ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ പ്ലസ് വൺ. അതിനോട് എന്താ കരാട്ടെ? ഞാൻ ബോക്സിംഗ് പഠിക്കണം. ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്നു. അതിന് പോയപ്പോഴാണ് ഈ കാര്യം പരിചയപ്പെട്ടതും. പുള്ളി ഹെൽത്ത് കെയറിനെ പറ്റി പറഞ്ഞു തന്നത്. അങ്ങനെ ഡോക്ടറിനെ കാണിച്ച്, നല്ല സഹകരണമുള്ള ഡോക്ടർ നല്ല സഹകരണമുള്ള ആളാണ് സാർ. ഓക്കെ, ഇദ്ദേഹത്തിന്റെ പ്രശ്നം ഏകദേശം സോൾവ് ചെയ്തു. ഡിസ്ക് ബഡ്ജായിരുന്നു പ്രധാന പ്രശ്നം. അതുപോലെ തന്നെ ലുംബാറിലെ പ്രശ്നം ഉണ്ടായിരുന്നു. ലുംബാറിൽ ഒരു സ്ട്രൈറ്റനിങ് ആയി, ചെറിയൊരു കർവേച്ചർ ഉള്ളത്. ആ കർവേച്ചർ പോയി സ്ട്രൈറ്റനിങ് ആയി. നമ്മൾ ആ യോഗ കറക്റ്റ് ചെയ്ത് അതെല്ലാം കറക്റ്റ് ആ ഷേപ്പ് എടുത്ത് അദ്ദേഹത്തിന് ഒരുപാട് സ്ഥലത്ത് മോനെ കൊണ്ടുപോയി. ഒരു ഓയിൽമെന്റ് വന്നിട്ട് ഒരു മെക്കാനിക്കൽ ഫോൾട്ട് ചേഞ്ച്. ഇപ്പൊ ഒരു കാർ ഓടിപ്പോകുന്നു. അതിന്റെ വീൽനട്ട് ലൂസായിരുന്നു കഴിഞ്ഞാല് ആ വീൽനട്ട് ടൈറ്റ് ചെയ്ത്, അതായത് മെക്കാനിക്കൽ കറക്ഷൻ ചെയ്തോളൂ. അല്ലാതെ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ടോ അല്ലെങ്കിൽ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്തിട്ടോ ഒരു കാര്യമില്ല. വീൽനട്ട് ടൈറ്റ് ചെയ്യണം. അപ്പൊ ഇദ്ദേഹത്തിന് ഈ പറയുന്നത് ആ നട്ടിലുള്ള മെക്കാനിക്കൽ ഫോൾട്ട് തെറാപ്പി ചെയ്ത് കറക്റ്റ് ചെയ്യുക. അല്ലാതെ വെറുതെ നമ്മള് ഈ മെഡിസിൻ കഴിച്ച് സ്ഥിരമായിട്ട് ഇങ്ങനെ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ദോഷമാണ്. ഇപ്പം നോൺ സ്റ്റെറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഒക്കെ സ്ഥിരം കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് പ്രശ്നം വരും. അതുപോലെ തന്നെ ലിവറിന് പ്രശ്നം വരും. അപ്പം നമുക്ക് അതല്ല വേണ്ടത്. നമുക്ക് പെയിൻ കില്ലേഴ്സ് സ്ഥിരം കഴിക്കുകയല്ല വേണ്ടത്. ആ റൂട്ട് കോസ് ചേഞ്ച് ചെയ്യണം. എവിടെയാണോ പ്രശ്നം, ആ പ്രശ്നം സോൾവ് ചെയ്തിട്ട് ആ നെർവിന്റെ കംപ്രഷൻ മാറ്റുക, അതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏത് രോഗത്തിനും നമ്മുടെ നട്ടെല്ലിൽ ഏകദേശം 33ഓളം വെർട്ടിബ്രയും 31 ജോഡി നെർവുണ്ട്. ഈ നെർവുകൾക്ക് പ്രശ്നം വരുമ്പോഴാണ് ഈ വെർട്ടിബ്രയ്ക്ക് ചെറിയ സ്ഥാനചലനം മറ്റൊക്കെ വന്ന് ഷേപ്പ് പോകും. ലോഡോട്ടിക് കർവേച്ചർ ഉണ്ട്, അതൊക്കെ കൂടുതലായി പോകും. ലോഡോസിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരും. അതുപോലെ തന്നെ സെർവിക്കലിന്റെ വെർട്ടിബ്രാസിന് വിഷയം വരും. പിന്നെ കൈഫോസിസ് എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ട്. ആൾക്കാർ ഇങ്ങനെ നേരെ നിൽക്കും,
ഇത് നേരെ നിൽക്കേണ്ട ആൾക്കാർ ചെറുതായിട്ട് നല്ല കുനിഞ്ഞു വരും. അപ്പൊ കൈഫോസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൈഫോട്ടിക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് വരെ അഫക്ട് ചെയ്യത്തക്ക രീതിയിലാണ് അതിന്റെ നെർവിന് പ്രശ്നം വരുന്നത്. അപ്പൊ ഇതിന്റെ ആ മെക്കാനിക്കൽ ഫാൾട്ട് നമുക്ക് തെറാപ്പിയിലൂടെ മാത്രം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കറക്റ്റ് നമ്മളെ പറയുന്നത് അതുപോലെ ചെന്ന് വീട്ടിൽ ചെയ്യുക. അത് കുറെ ദിവസം കഴിയുമ്പോൾ അതിന് വ്യത്യാസം വരും. പിന്നെ നമുക്കിവിടെ യാതൊരുവിധ മെഡിസിനോ അങ്ങനെയുള്ള ഒന്നും ഇവിടെ ഇല്ല. നമ്മൾ വരിക, യോഗ ചെയ്യുക, പിന്നെ അവർക്കുള്ള മാനസികമായിട്ടുള്ള ഇമോഷൻസ്, ഒരുപാട് ഇമോഷൻസ് പ്രശ്നമുണ്ട്. ആ വൈകാരികമായ പ്രശ്നങ്ങൾ മനസ്സിലുണ്ടാകുമ്പോൾ വ്യാധിയെ കൂട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കും, മെഡിറ്റേഷൻ കൊടുക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ ബോഡി മൈൻഡ് ഹീലിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. മനസ്സിനെ ശരീരത്തിനെ ഒരുപോലെ ട്രീറ്റ് ചെയ്യുക. അങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളും മാറും. തലച്ചോറിൽ നിന്നും നട്ടെല്ല് വഴിയുള്ള നരമ്പുകളിലൂടെ ഒരു ഊർജപ്രവാഹം ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും പോകുന്നുണ്ട്. അതിന് തടസ്സം വരാതെ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ഊർജപ്രവാഹത്തിന് തടസ്സം വരുമ്പോഴാണ് കോശങ്ങൾക്ക് രോഗകാരണമായി മാറുന്നത്. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആ 31 ജോഡി നെർവ് ഓരോരോ ഓർഗനിലോട്ടാണ് നട്ടെല്ലിൽ നിന്ന് പോകുന്നത്. അപ്പം ഏതെങ്കിലും ഒരു നെർവ് ടൈറ്റ് ആയാലോ അവിടെ നെർവിന് ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാലോ ആ ഓർഗനെ അത് ബാധിക്കും. അപ്പോൾ ഏത് രോഗമായാലും നമുക്ക് യോഗ തെറാപ്പിയിലൂടെ മരുന്നുകളൊന്നും കഴിക്കാതെ തന്നെ പെർമനന്റ് ക്യൂർ നമുക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇതിനകത്തൊരു നമ്പറുണ്ട്, 91 88 200 200 എന്ന് പറയുന്ന ലൈഫ് ലൈൻ നമ്പറുണ്ട്. അതിനകത്തൊട്ടൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടറുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ച് അതിൻ്റെ ഒരു കൗൺസിലിംഗ് ഒക്കെ എടുക്കാം. ഓക്കെ, അപ്പം വന്നതിലും സഹകരിച്ചതിലും നന്ദി. താങ്ക് യു.